അതും ഫുൾ ഫ്രീ. പക്ഷെ ഇപ്പൊ അത് ആർക്ക് കൊടുക്കുന്ന ഞാനിപ്പോ ആലോചിക്കുന്നേ. വേറെ ആർക്ക് എന്തിനാ കൊടുക്കുന്നേ? നീയും ആരതിയും ഇല്ലേ? ആരതിക്ക് ഫോറിൻ ട്രിപ്സ് ഒന്നും തീരെ താല്പര്യമില്ലെന്ന് എന്നോട് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥിനും ആദ്യം കൊടുത്തേക്ക്. ചേട്ടൻ എന്തീ പറയുന്നേ? ആദ്യം പ്രഗ്നന്റ് അല്ലേ, അവൾക്ക് ഈ സമയത്ത് ട്രാവൽ ചെയ്യാൻ പാടുണ്ടോ? അതൊരു പോയിന്റ് അല്ലേ? പിന്നെ ഇപ്പൊ ആർക്ക് കൊടുക്കും? എന്റെ അമ്മൂന്റെയും കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോവായിരുന്നു. ചേട്ടന് തന്നെ പോയാലെന്താ? വാട്ട്? ഞാനോ? അതെ ചേട്ടാ, വൈ നോട്ട്? നിന്റെ തലയ്ക്ക് സുഖമില്ലേ? ഹണിമൂൺ കപ്പിൾസിനുള്ളതാ. ഞാനിപ്പോഴും സിംഗിൾ അല്ലേടാ. അതിനെ കുറിച്ച് ടെൻഷൻ എന്തിനാ? ഈ ഓഫർ തീരാൻ 3 മാസം സമയമുണ്ട്. ആ 3 മാസത്തിനുള്ളിൽ കല്യാണം കഴിച്ചാ പോരെ? കല്യാണോ? അത് 3 മാസത്തിൽ? ഏതോ കമ്പനിയുടെ ഓഫറിന് വേണ്ടി ഞാൻ 3 മാസത്തിൽ കല്യാണം കഴിക്കണോ അല്ലേ? തല തിരിഞ്ഞോ നിന്റെ? ചേട്ടൻ ഹണിമൂണിന് പോകാൻ വേണ്ടി കല്യാണം കഴിക്കണ്ട, ഒരു ഫാമിലിക്ക് വേണ്ടി കല്യാണം കഴിക്കണം. അതിനെന്തിനാ ഇത്ര ധൃതി വിക്രാന്ത്? കെട്ടാൻ നല്ലൊരു പെൺകുട്ടിയെ കിട്ടണ്ടേ? ഞാൻ ഇഷ്ടാന്ന് പറയുമ്പോ അവളും കൂടെ സമ്മതിക്കണ്ടേ? ഐ ലവ് യു അമ്മോ. ഐ ലവ് യു ടു വേദാന്ത്. ഇതൊന്നും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ലടാ. ചേട്ടൻ സമ്മതിച്ചാ മതി. പെണ്ണിനെ കണ്ടുപിടിക്കുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ല. ചേട്ടനെ കുറിച്ച് അറിയാവുന്ന, ചേട്ടനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി നമ്മുടെ ഓഫീസിൽ തന്നെ ഉണ്ടല്ലോ ഏട്ടാ. ഇവൻ ഇനി എന്റെ മൈൻഡ് വോയിസ് എങ്ങാനും കേട്ടോ? ചേട്ടനുമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്ന ഒരു പെൺകുട്ടി നമ്മുടെ ഓഫീസിൽ തന്നെ ഉണ്ടല്ലോ. ചേട്ടനും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ആദ്യം എല്ലാ കാര്യങ്ങളും ഇവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. ഇനി ചേട്ടനാ പറയണ്ടേ. റൗഡി കൊച്ചും ചേട്ടനും ബെസ്റ്റ് പേരാണ്. നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കാളും ബെസ്റ്റ് പേര് വേറെ ഉണ്ടാവുകയില്ല. എന്താടാ വിക്കി പറയുന്നേ? നീ ചുമ്മാ ഓരോന്ന് വിളിച്ച് പറയല്ലേ. ആദ്യം എന്തെങ്കിലും മോനോട് പറഞ്ഞിരുന്നോ? ആദ്യം പറയാനോ? അവളെന്നോട് എന്തു പറയാനാ? ഞാൻ ചേട്ടന്റെ ഒപ്പീനിയൻ ചോദിച്ചതാ. ഞാൻ പറഞ്ഞത് റൗഡി കൊച്ചിന്റെ കാര്യമാണ്. അമൂല്യ ചേട്ടനെ സത്യമായിട്ട് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും. ഞാൻ ആ അമ്മുവിനെ പ്രപ്പോസ് ചെയ്ത് ലവ് മാരേജ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഇവൻ അറേഞ്ച് മാരേജിൽ കൊണ്ടെത്തിക്കാണല്ലോ. ചേട്ടൻ ഒരു വാക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അതൊന്നും അത്ര ഈസിയായ കാര്യമല്ല വിക്രാന്ത്. നീ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. അമൂല്യക്ക് സമ്മതം വേണ്ടേ? അവളുടെ മനസ്സിൽ എന്നെ പറ്റി അങ്ങനെയൊക്കെ ഉണ്ടോന്ന് അറിയണ്ടേ? അല്ലാതെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട. ചേട്ടൻ സമ്മതിച്ചു കഴിഞ്ഞാൽ റൗഡി കൊച്ചിനോട് സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റവുന്നേ. നിനക്ക് വേറൊന്നും പറയാനില്ലേ? ഇത് തന്നെ സംസാരിച്ചോണ്ടിരിക്കുക. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാവേ. ചേട്ടാ ചേട്ടാ, എവിടെ? പണ്ടൊക്കെ റൗഡി കൊച്ചിന്റെ പേര് പറയുമ്പോ തന്നെ ചേട്ടൻ ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷെ ഇപ്പോ അതിനൊന്നും ആവശ്യമില്ല. അവൾക്ക് ഇഷ്ടാവോ എന്നൊക്കെയാ പറയുന്നേ. അവളുടെ സമ്മതം ചോദിക്കണം എന്നൊക്കെ പറയുമ്പോ ചേട്ടന് സമ്മതമാണെന്നല്ലേ അതിന്റെ അർത്ഥം? ആദ്യ, നീ വിക്രാന്തിനോട് എന്റെ അമ്മുവിന്റെയും കാര്യം പറഞ്ഞിരുന്നോ? ആരും ഇതൊന്നും അറിയരുതെന്ന് ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ഇവിടെ ആരോട് സംസാരിച്ചിട്ടില്ല. ഉറപ്പാണോ? ഉറപ്പായിട്ടും അതെ ചേട്ടാ. എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല.
ഇന്ന് വൈകുന്നേരം വിക്കി എന്നോട് അമൂലിയെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. അവനോടെങ്ങാനും നീ വല്ലതും പറഞ്ഞോന്നറിയാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ ചോദിച്ചത്. അതിന് ചേട്ടൻ എന്താ പറഞ്ഞേ? ഞാൻ അവനോട് ക്ലിയർ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലേ. സത്യം പറഞ്ഞൂടായിരുന്നോ? എന്തോ ഓക്കേ എന്ന് പറയണോ? അങ്ങനെയല്ല, എനിക്ക് അമൂല്യയോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല, അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന്. വാട്ട്? നീ എന്താ മോളെ പറയുന്നേ? ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത്? എനിക്ക് അമൂല്യ ഒരുപാട് ഇഷ്ടമാ. അവളെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ആരെയും കെട്ടില്ല. ഞാൻ ജീവിതത്തിൽ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ ആയിരിക്കും. ഞാൻ അവളെ എന്റെ ജീവന് തുല്യ സ്നേഹിക്കുന്ന, അറിയോ? അങ്ങനെയുള്ളപ്പോ ഞാൻ അവളെ കല്യാണം കഴിക്കില്ല എന്ന് വിക്രാന്തിനോട് എങ്ങനെ പറയാ? ദാറ്റ്സ് ഇമ്പോസിബിൾ. ആദ്യ നീ ഈ നിമിഷം എന്നോട് വേറെ എന്ത് കാര്യം വേണമെങ്കിലും പറഞ്ഞോ, ഞാനത് ചെയ്യും. പക്ഷെ അമൂല്യെ മറക്കാൻ ആര് പറഞ്ഞാലും എനിക്ക് പറ്റില്ല. എന്റെ ഫീലിംഗ്സ് ഒക്കെ ഞാൻ എക്സ്പ്രസ് ചെയ്തപ്പോ നീ എന്നെ കളിയാക്കുക അല്ലേ? ഞാൻ അതിന് കളിയാക്കിയതല്ല ഏട്ടാ, വെറുതെ തമാശക്ക് ഓരോന്ന് പറയുമ്പോ ചേട്ടൻ അത് ഇത്ര സീരിയസ് ആയിട്ട് എടുത്ത് ഇങ്ങനെ വിഷമിക്കുമെന്നൊക്കെ ഞാൻ അറിഞ്ഞോ. എന്നെ ചേട്ടൻ എന്തു ക്യൂട്ടാ. സത്യം പറഞ്ഞ അമൂല്യെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടം. ദ ഗ്രേറ്റ് വേദാന്ത മേനോന് ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ വന്നു പോവോന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇന്ന് നല്ലൊരു പെൺകുട്ടിയെ ചേട്ടന് ഇപ്പൊ കിട്ടിയിരിക്കുന്നേ. ചേട്ടൻ പോലും അറിയാതെ ചേട്ടനെ തന്നെ മാറ്റിക്കളഞ്ഞല്ലോ. എവിടെ നിന്ന ചേട്ടന് ഇപ്പൊ എവിടെ നിൽക്കുന്നു? ഇപ്പോഴെങ്കിലും മനസ്സിലായോ പെൺകുട്ടികൾ വളരെ സ്ട്രോങ് ആണെന്ന്? ഇനിയെങ്കിലും ചേട്ടന്റെ പോളിസീസ് ചേഞ്ച് ചെയ്യണം. അതൊന്നും ശരിയല്ല. എന്റെ സ്റ്റേറ്റസ്, പ്രിൻസിപ്പൽ, ഐഡിയോളജീസ്, അതിനെ പറ്റിയൊക്കെ ഞാനിപ്പോ മറന്നു കഴിഞ്ഞു. ആദ്യ ചുമ്മാ ഒരു തമാശ പറഞ്ഞപ്പോ തന്നെ ഞാൻ എത്ര ഓവറായിട്ടാ പെരുമാറിയതല്ലേ. വേദാന്ത് ഒരുപാട് മാറിപ്പോയി. അരെ വാ, ആർക്കാ ഇതൊക്കെ? ഇത് മുഴുവൻ നിനക്കാ. സൂപ്പർ, താങ്ക് യു. എന്താ ഇതൊക്കെ ഞാൻ നിനക്ക് വെറുതെ അങ്ങ് തരുന്നതല്ല, ഇതൊക്കെ നിന്റെ ഫീസാ. ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ചെയ്തു തരും, അതിനാ. ആദ്യമേ തോന്നി. ശരി, ഞാനെന്ത് ഹെൽപ്പ് ചെയ്യണ്ടേ? ചേട്ടനോട് എന്ത് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് ചെയ്തിട്ടാലും ശരി, ചേട്ടനും റൗഡി കൊച്ചുമായിട്ടുള്ള കല്യാണം നടത്തിയേ പറ്റൂ. ഞാൻ ഓൾറെഡി ഈ വിഷയത്തെക്കുറിച്ച് ചേട്ടനോട് സംസാരിച്ചു കഴിഞ്ഞു. പക്ഷെ അവൻ അതിന് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ ആ വിഷയത്തില് ഞാനെന്ത് ഹെൽപ്പാ ചെയ്യണ്ടേ? വളരെ സിമ്പിൾ കാര്യമല്ലേ. ഞാൻ പറഞ്ഞിട്ട് അവൻ എന്നോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും ചേർന്ന് അവന്റെ തലയ്ക്കൊരു സമാധാനം കൊടുത്തില്ലെങ്കിൽ ഇതിനൊരു അന്ത്യമുണ്ടാകും. ഒന്നുകിൽ ഡീലാകും, ഇല്ലേ അത് വിട്ടേക്കാം. ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്തല്ലേ പറ്റുള്ളൂ. ഇതില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബ്രദർ? അതവന് പേഴ്സണൽ കാര്യമല്ലേ. ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ചേട്ടൻ അമ്മൂനെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അമ്മൂനോട് ചേട്ടനൊരു സ്നേഹം ഉണ്ടാവണ്ടേ? അവർ തമ്മിൽ ഒരു പ്രണയം വേണമല്ലോ. അതൊക്കെ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഞാൻ നിന്നോട് വന്ന് പറഞ്ഞത്. ശരി, ഇനിയൊരു പക്ഷേ അവർക്ക് തമ്മിൽ പ്രണയം ഇല്ലെങ്കിലോ? അവര് തമ്മിലുള്ള കല്യാണം നടക്കണമെങ്കിൽ പരസ്പരം സ്നേഹവും വിശ്വാസമൊക്കെ വേണ്ട ചേട്ടാ. ഏട്ടത്തി പറയുന്നതിൽ കാര്യമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നത് വിക്കി. ആ സുഹാസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ റൗഡി കൊച്ചി ഈ വീട്ടിലേക്ക് വരണം. സുഹാസിനെ വരച്ച വരയിൽ നിർത്താൻ അമ്മൂന് മാത്രമേ കഴിയൂ. എന്താ വിക്കി പെട്ടെന്ന് സൈലന്റ് ആയിട്ട് ആലോചിക്കുന്നത്? മൈൻഡ് വോയിസിൽ എന്തെങ്കിലും പറഞ്ഞാ ഞങ്ങൾക്കത് മനസ്സിലാവില്ല എന്നറിയില്ലേ? ആദ്യം എന്ത് സംഭവിച്ചാലും ചേട്ടന് റൗഡി കൊച്ചായിട്ടുള്ള കല്യാണം നടക്കണം. എന്താന്ന് വെച്ചാ എനിക്ക് ആക്സിഡന്റ് ആയ ദിവസം അവർ രണ്ടുപേരും ഒന്നിച്ചാ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് അവർ തമ്മിലൊരു ഡേറ്റിംഗ് നടക്കുന്നുണ്ടെന്നാ. അതെ ആദ്യ, അവര് രണ്ടുപേരും ഒരുമിച്ചുണ്ടായതിന് ഞാനും ആരതിയും സാക്ഷികളാ. ഒന്ന് പറയാരതി. അവര് രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരുന്നു എന്നുള്ളത് സത്യ. പക്ഷെ അത് വിക്കി പറയുന്നത് പോലെ ഡേറ്റിംഗ് ആണോ പ്രണയാണോ അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് അമ്മ എന്നോട് പറയാതിരിക്കില്ലല്ലോ. എക്സാക്ട്ലി.
നമ്മുടെ ചേട്ടൻ അമ്മൂനെ ഡേറ്റിങ്ങിന് കൊണ്ടുപോയിന്ന. അങ്ങനെ ഒരു വഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയാണ്ടിരിക്കോ? ശരി, അത് വിട്ടേക്ക്. അത് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഇങ്ങനൊരു സംശയം വന്ന സ്ഥിതിക്ക് ചേട്ടൻ നേരിട്ട് ഇതിനെ കുറിച്ച് ചോദിച്ചു നോക്ക്. പക്ഷെ ഞാനിതൊന്നും സംസാരിക്കില്ല. പക്ഷെ ആദ്യ എനിക്ക് ഈ ഒരു കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവര് തമ്മിൽ പരസ്പരം നല്ല സ്നേഹമാണെന്നാ തോന്നുന്നത്. നിനക്ക് താല്പര്യമെങ്കിൽ വേണ്ട, ഞാനും അളിയനും കൂടി ഒന്നിച്ചിരുന്ന് ഇതിന് പറ്റിയൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾ ഈ പെണ്ണുങ്ങളുടെ ഹെൽപ്പൊന്നും എനിക്കിനി വേണ്ട. ഇതൊക്കെ കണ്ടുപിടിക്കാനാ ഞങ്ങൾക്കും തലയുള്ളത്. തലയെക്കോളത്ത് ശരിയായിരിക്കും. പക്ഷെ ചേട്ടനാണെങ്കിലും ചേട്ടന്റെ അളിയനാണെങ്കിലും തലയ്ക്കോ തോന്നുമില്ലല്ലോ. ചേട്ടൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാളെ തന്നെ എന്തായാലും കല്യാണം കഴിക്കും. നിങ്ങൾ കഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് തന്നെ നടത്തും. ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ എന്നെ എപ്പോഴും മാറ്റി നിർത്താറല്ലേ ഉള്ളൂ. ഇനി നോക്കിക്കോ, രണ്ടാളും നന്നായി ബുദ്ധിമുട്ടട്ടെ. അളിയ, ഈ സമയത്താണോ ബുക്ക് വായിക്കുന്നത്? ശരിയാണല്ലേ, ഇത് ബുക്ക് വായിക്കേണ്ട സമയമല്ലേ, 2 പെഗടിച്ച് ഡാൻസ് കളിക്കേണ്ട സമയ അല്ലേ? കമോൺ അളിയ, ചേട്ടനെ മാത്രമല്ല ചേട്ടന്റെ ഫാമിലിയുടെ മൊത്തം കാര്യം എങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നീ എന്നെ എവിടെ കൊണ്ടുപോവാ? നമുക്ക് ചേട്ടനടുത്ത് പോയി കല്യാണത്തെ കുറിച്ച് സംസാരിക്കാം. ഈ ഒടിഞ്ഞൂത്തിയ സമയത്ത് ആവശ്യമില്ലാത്ത സർക്കസിന്റെ കാര്യം ഉണ്ടാളിയ. അളിയൻ ഇപ്പൊ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ അളിയൻ എന്ന തരത്തിലുള്ള യാതൊരു റെസ്പെക്ട് ഞാൻ തരില്ല, കേട്ടല്ലോ? എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മളവിടെ ചെന്നിട്ട് എന്ത് പറഞ്ഞാ തുടങ്ങുന്നത്? ഈ ഒരു കാര്യത്തെ കുറിച്ച് ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ടളിയാ. ഡയറക്റ്റ് ആയിട്ട് മുഖത്ത് നോക്കി കാര്യം പറയാം. അത് ശരിയല്ലേ, പക്ഷെ റിസ്ക് ഒന്നുമില്ലല്ലോ അല്ലേ? നമുക്കിതിൽ യാതൊരു റിസ്കും ഇല്ല. പക്ഷെ ചേട്ടന് ഇതിൽ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ചേട്ടന് ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഫീലിങ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ പുറത്തെടുത്തേ പറ്റുള്ളൂ. ആൻഡ് നമ്മൾ ചെയ്യേണ്ട കാര്യം എങ്ങനെയെങ്കിലും ചെയ്യണം. അത് കൊള്ളാം. ഈ മിഷന് ഓപ്പറേഷൻ ഫീലിങ്സ് എന്ന് പേരിട്ടാലോ? ഏയ്, നമുക്ക് സമയം കൂടുതലുമില്ല കുറവുമില്ല. ഫോളോ മീ. യാ. പൊട്ടുമര അസോസിയേഷനിൽ ഒരാള് പ്രസിഡന്റ്, ഒരാള് സെക്രട്ടറി. നന്നായിട്ട് ചേരും. ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഞാൻ നോക്കട്ടെ. ആദ്യം എന്തിനാ ഇപ്പൊ എന്നെ ഫോൺ ചെയ്യുന്നേ? ഹലോ ചേട്ടാ. പറയാദ്യ, ഞാൻ താഴേക്ക് വരണോ? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. വിക്കി ചേട്ടനും സിദ്ധാർത്ഥും കൂടി ചേട്ടന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. അമൂല്യയുടെ കാര്യം സംസാരിക്കാം. ആണോ? അവര് വരട്ടെ. ചേട്ടനും പൊട്ടനാണോ? അവര് വരുന്നത് അമൂല്യായിട്ടുള്ള കല്യാണക്കാര് സംസാരിക്കണം. ചേട്ടൻ അമൂല്യ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന കാര്യം മറന്നു പോകരുത്. ഇപ്പൊ മുന്നിലുള്ള പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അങ്ങനെയാണല്ലേ? പക്ഷെ അവരിങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോ ഞാൻ എന്താ മോളെ പറയാ? അതൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കണം ചേട്ടാ. ഇനി അതും ഞാൻ തന്നെ പറഞ്ഞു തരണോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓ യു നോ വാട്ട്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. എന്നാലും ഞാൻ ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. മാഡം പറഞ്ഞൊക്കെ റെഡിയാണ്. എല്ലാം റെഡിയാ, ഞാൻ റിപ്പോർട്ട് ചെയ്യാം. ശരി ശരി, ഓക്കെ, ബൈ. ബൈ 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 ബൈ. ചേട്ടാ, വിക്രാന്ത്, സിദ്ധാർത്ഥ്. ചേട്ടാ, ചേട്ടനോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഞങ്ങൾക്ക് സംസാരിക്കണം. ഞാനും അതാ പറഞ്ഞേ, ഓഫീസിൽ കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നില്ലേ, അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു. അവിടുന്ന് കോള് വന്ന. ഞങ്ങൾക്കും ഓഫീസിലത്തെ കാര്യം പറയാനുള്ളത്. നമ്മുടെ അഡ്മിൻ പോസ്റ്റിലേക്ക് നമുക്ക് പുതിയൊരാളെ സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. ആദ്യമല്ലേ പറഞ്ഞ അമ്മുവിനെ പറ്റി സംസാരിക്കാനാണെന്ന്, എന്നിട്ട് ഇവന്മാരെന്താ ഓഫീസിലെ കാര്യം പറയുന്നത്? വേദാന്ത്, ഞങ്ങളെന്താ പറഞ്ഞെന്ന് കേട്ടോ നീ? അഡ്മിൻ പോസ്റ്റിലേക്ക് പുതിയൊരാളെ കണ്ടുപിടിക്കണമെന്ന്. ഞാൻ കേട്ടു, പക്ഷെ എന്തിനാന്നാ ചോദിച്ചേ? ഓ, അഡ്മിൻ പോസ്റ്റിൽ ആളുണ്ടല്ലോ, അപ്പൊ പിന്നെന്തിനാ വേറെ ആൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നേ? ചേട്ടാ, റൗഡി കൊച്ചു നാളെ തൊട്ട് ഓഫീസിലേക്ക് വരുന്നില്ലാന്ന്. എന്താടാ, എന്തുകൊണ്ടാ അവള് വരാത്തെ? അതെ വേദാന്ത്, അവള് നാളെ മുതൽ വരില്ലാന്ന്. അങ്ങനെയാണോ? വരുന്നില്ലേ? വരുന്നില്ലെങ്കിൽ വേണ്ട. നമ്മൾ ആരെയും ഒരു കാര്യത്തിനും ഫോഴ്സ് ചെയ്യാൻ പാടില്ല സിദ്ധാർത്ഥ്.
അല്ല വേദാന്ത്, അമൂല്യ ഇപ്പൊ രാജിവെച്ച് കഴിഞ്ഞാ അത് കമ്പനിക്കും വേദാന്തിനും ലോസ് തന്നെയല്ലേ? അത്രയും നല്ലൊരു എംപ്ലോയിയെ, നല്ലൊരു ഫ്രണ്ടിനെ വിട്ടുകളയാൻ പറ്റുമോ? ആ അത് തീർച്ചയായിട്ടും ഒരു ലോസ് തന്നെയാ. നല്ല എംപ്ലോയീസിനെ വിട്ട് കളയുന്നത് ഒരു കമ്പനിക്ക് യോജിക്കാൻ പറ്റില്ല. ബട്ട് ലൈഫിലൊന്നും പെർമനന്റ് അല്ലല്ലോ. ആദ്യമൊക്കെ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളൂന്നേ. ബട്ട് ഇതിൽ പേഴ്സണലായിട്ട് ഒരു ലോസും ഇല്ല. എന്ന് വെച്ചാ ചേട്ടൻ അമൂല്യോട് യാതൊരു ഫീലിങ്സും ഇല്ലാന്നാണോ? എനിക്ക് എന്ത് ഫീലിങ്സ് ആടാ? നിങ്ങൾക്ക് അവളോടുള്ള ഫീലിങ്സ് തന്നെയാ എനിക്ക് അവളോടുള്ളത്. അവള് നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഞാൻ അവളോട് സംസാരിക്കുന്നുണ്ട്. അവൾക്ക് റിസൈൻ ചെയ്യാനാ താല്പര്യമെങ്കിൽ വി ഷുഡ് റെസ്പെക്ട് ഇറ്റ്. അമൂല്യ പോയ എന്താ, അഹല്യ, സൊമാലിയ, കുമൗല്യ, ആര് വേണമെങ്കിലും വരട്ടെ. എനിബഡി യു നോ. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? ചേട്ടൻ ഇങ്ങനൊരു ബോംബിടുന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മുടെ പ്ലാനൊക്കെ പാളിപ്പോയല്ലോ. റൗഡി കൊച്ചു ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ലെന്ന ചേട്ടൻ പറഞ്ഞേ. ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യണത്? അതങ്ങ് വിട്ടുകളയാ. വേദാന്തിന് അമൂല്യോട് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അവനെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിടിച്ചു കൊണ്ടുപോയി മണ്ഡപത്തിൽ കൊണ്ടിരുത്തി നിർബന്ധിച്ച് താലി കെട്ടിക്കാനൊന്നും പറ്റില്ലല്ലോ. അളിയനും കൂടി ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? അവർ ഇത്രയും നാളെ എത്രത്തോളം ക്ലോസ് ആയിരുന്നെന്ന് അളിയൻ തന്നെ കണ്ടിട്ടില്ലേ? സാധാരണ ഒരു ബോസും പി എന്താ ഇങ്ങനെയാണോ? ഇത് കപ്പിൾസിനെ പോലെയല്ലേ ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് റൗഡി കൊച്ചിനോട് ചേട്ടൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാല് എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അവൻ അങ്ങനെ നമ്മളോട് പറഞ്ഞതില് എന്തോ ഒരു കാരണമുണ്ട്. അളിയ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. നേരിട്ട് പോയി ഈ ഒരു കാര്യത്തിനെ കുറിച്ച് റൗഡി കൊച്ചിനോട് നമുക്ക് സംസാരിക്കണം. എന്താ? അളിയ, എല്ലാം ക്ലിയറാ. അപ്പൊ അമൂല്യോട് സംസാരിക്കണ്ടേ? എങ്ങനെയാ തുടങ്ങാന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ കോള് ചെയ്യണോ വേണ്ടെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. അമ്മേ, 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 ചേട്ടാ, സിദ്ധാർത്ഥ്, അമ്മേ, അമ്മേ, ആദ്യ സിദ്ധാർത്ഥ്, എന്താ പറ്റിയ? ആദ്യ മോളെ, വേദ, ആദ്യ അതെയാ? നീ എന്തെങ്കിലും ചിരിക്കുന്നേ? ഇത്ര പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയേ? എനിക്ക് എന്തെങ്കിലും പറ്റിയോന്ന് പേടിച്ചാണ് നിങ്ങളെല്ലാവരും ഓടി വന്നേ. എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാനിപ്പോ ഡബിൾ ഓക്കെ. പിന്നെ നീ എന്തിനാ വേദനിക്കുന്ന പോലെ കിടന്ന് കൂവിയത്? വേദന വന്നു എന്നുള്ള സത്യം തന്നെയാ. ചേട്ടന്റെ മരുമകൻ വയറ്റിനകത്ത് കിടന്ന് നന്നായിട്ട് ചവിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളെ എല്ലാവരെയും വിളിച്ച് ഇതൊന്നും അറിയിക്കണമെന്നേ വിചാരിച്ചു. അതിനു വേണ്ടി തന്നെയാ ഞാനിപ്പോ ഓവറായിട്ട് സൗണ്ട് എഫക്ട്സ് തന്നത്. അമ്മേ, ചേട്ടൻ ഇങ്ങോട്ട് വന്നേ, കയ്യൊന്ന് വെച്ചേ. ആദ്യ, ഈ കുഞ്ഞ് എനിക്ക് ഒരുപാട് സ്പെഷ്യലാ. എന്താന്നറിയോ? ഇതെന്റെ മകളുടെ കുട്ടിയാ. നീ ആ പറഞ്ഞത് ശരിയാ വേദാന്തി, അത് സത്യം തന്നെ. നീ ഇവിടെ ഒരു മോളെ പോലെ അല്ലേ കൊണ്ട് നടന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ വയറ്റിലുള്ളത് അവന്റെ കൊച്ചുമോനാണെന്ന് ഒരു സംശയം വേണ്ട.
അമ്മേ, എന്റെ കുഞ്ഞ് ഇപ്പോഴും ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ പേടിപ്പിക്കുന്ന കണ്ടില്ലേ? അവനൊരു കില്ലാടിയാണെന്നാ തോന്നുന്നേ. എന്റെ കുഞ്ഞൊന്ന് പുറത്തേക്ക് വന്നോട്ടെ. ആ എയർപോർട്ടിന്റെ അടുത്ത് വാങ്ങിച്ചിരിക്കുന്ന സ്ഥലം എന്റെ ഈ കുഞ്ഞിനുള്ളത്.